നമുക്കിന്ന് രാവിലെ നല്ല ഫ്രഷ് പാരമീൻ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് കറിയാക്കണം. കുട്ടികൾ 3 പേരും എണീറ്റിട്ടില്ല. അവർ 3 പേരും നല്ല ഉറക്കത്തിലാണ്. ഇവർ എണീക്കുന്നതിന് മുമ്പ് നമ്മളെ ജോലിയെല്ലാം ഒതുക്കണം. അന്നേരമാണ് എനിക്ക് നല്ല അടിപൊളി ഒരു പണി കിട്ടിയത്. നമ്മളെ ഗ്യാസ് തീർന്നുപോയി. അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിൻ്റെ മുകളിൽ പുട്ടുകുറ്റി വെച്ചാണ് നമ്മൾ പുട്ട് കുഴിയുന്നത്. കാരണം നമ്മളെ പുട്ടുകുറ്റി അതിനകത്ത് മാച്ച് ആവുന്നില്ല പുട്ടുകൂടം. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ വിചാരിച്ച് നമ്മൾ കൃഷിത്തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങാം. എന്തായാലും ഗ്യാസ് തീർന്ന് വേറെ പണിയൊന്നും നടക്കത്തില്ല. അങ്ങനെയാണ് കൃഷിത്തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങിയത്. ഇവിടെ ഒരുപാട് കൃഷികളൊന്നുമില്ല. കുറച്ച് മുളകുകളും വെണ്ടയ്ക്ക, വഴുതനങ്ങയൊക്കെ ഉള്ളൂ. വെണ്ടയ്ക്കയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എല്ലാം പോയിട്ടുണ്ട്. മുളകും അങ്ങനെ നമുക്ക് വളമൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് വൃത്തിയാക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. കാരണം കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാം കൂടെ നടക്കത്തില്ല. വഴുതനങ്ങ ഇതിനേക്കാൾ വലുതാവുന്ന വഴുതനങ്ങയായിരുന്നു. പക്ഷേ അത് ഒരുമാതിരി കുരുടി കണക്ക് നിൽക്കുകയാണ്. അതിനകത്ത് എന്തോ പുഴുക്കുത്താണ്ട് പറ്റിയിട്ടുണ്ട്. പിന്നീടെന്ന് പറയുന്നത് പച്ചമുളകാണ്. പച്ചമുളക് 3-4 സൈസ് പച്ചമുളകുണ്ട്. ഇതൊക്കെ ഇത്തിരി കൂടെ വലുതാവുന്നതായിരുന്നു. വളമൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാം ഒരുമാതിരി ആയി കിടക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ അപ്പുറത്ത് തന്നെ വെണ്ടയ്ക്ക ഇപ്പോൾ, പക്ഷേ അത് വെണ്ടയ്ക്ക എല്ലാം ഉണങ്ങിപ്പോയി. വെള്ളമൊന്നും ഇല്ലാതെ ഇടയ്ക്ക് സമയത്ത് കിടന്നു. പക്ഷേ ഇപ്പം മഴ പെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് ഉഷാറായിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മളെ കൃഷിത്തോട്ടത്തിലൊരു പരിചയമില്ലാതൊരു പൂ നിൽക്കുന്നത്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഇതിൻ്റെ പേര് എന്താണെന്നറിയാൻ വയ്യ. കോളാമ്പി പൂ പോലെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ അടുത്തടുത്താണ്ട് വണ്ടൊക്കെ വന്ന് പോയി എന്നൊക്കെ തേൻ പിടിക്കുന്നു. പിന്നെ നമ്മൾ അടുത്തടുത്തായിട്ട് ഒരു നല്ല നീളമുള്ള മുളകാണ്. ഇത് നമ്മളുടെ ഉണക്കുന്ന പച്ചമുളക് പോലെ നല്ല നീളമുള്ള മുളകാണ്. പക്ഷേ ഇപ്പോൾ എന്താ എല്ലാ മുളകും ഒരുമാതിരി ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ഇതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പിടിക്കുമെന്ന് ആദ്യമൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ചപ്പോൾ ഒരുപാട് മുളക് ഇതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള മുളകായാലും വെണ്ടയ്ക്കായാലും നമ്മളെല്ലാം കൃഷിത്തോട്ടത്തിൽ നിന്നായിരുന്നു എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം നശിച്ച്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് നമുക്ക് ഓടിപ്പോയി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വീട് നിറയെ തുളസിയാണ്. നമ്മളെ വാതിൽ തുറന്ന് വരുമ്പോൾ തന്നെ തുളസിയുടെ ഒരു കൂടാരമാണ്. നല്ല ഭംഗിയായി കാണാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.